വിറകു പൂജ എങ്ങനെ വിറകു പൂജ? ലഇൻ ആഫാനി, എന്റെ രോഗം മാറിയാൽ ലഅജ്മഅന്നൽ ഹത്തബ ലിഇബ്രാഹിം, ഇബ്രാഹിമിനെ കൊല്ലുന്ന തീക്കുണ്ടാരത്തിലേക്ക് 10 കെട്ട് വിറവ് നേർച്ചയാക്കിയിരിക്കാൻ ആളുകൾ നേർച്ചയാക്കാൻ തുടങ്ങി. വാപ്പാന്റെ വയറുവേദന മാറിയാൽ, ഉമ്മാന്റെ ഊരവേദന മാറിയാൽ, നാത്തൂന്റെ നടുവേദന മാറിയാൽ, ഞാൻ ഇത്ര വെട്ട് വിറക് ഞാൻ ഇബ്രാഹിമിനെ കരിക്കുന്ന ആ അഗ്നികുണ്ടാരത്തിലേക്ക് കൊടുത്തേക്കാമെന്ന് നാട്ടുകാര് നേർച്ച നേർന്നിട്ട് വിറകു പൂജ നടത്തിയിട്ട് അവസാനം വലിയ വിറകു ശേഖരമായി. എന്നിട്ട് അതിനെ കത്തിച്ചു. അതിലേക്ക് ഇബ്രാഹിം നബിയെ കൊണ്ടിടാൻ പോലും കഴിയാത്ത അവസ്ഥ വന്നപ്പോ ഒരു പ്രത്യേകമായ ബില്ലിൽ കൊലച്ച് എഴുതി വിട്ടു. നിങ്ങൾ നോക്കണം, ഈ തീയെപ്പറ്റി ഖുർആൻ എന്താ പറഞ്ഞതെന്നറിയോ? ഇങ്ങനെയാണ് ഖുർആൻ പഠിക്കേണ്ടത്. ഈ തീയെപ്പറ്റി ഖുർആൻ എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൽ അല്ലാഹു പറയുന്നു, ഖാലു ബുനൂ ലഹു ബുനിയാനാ ഫഅൽഖൂഹു ഫിൽ ജഹീം. അല്ലാഹു പറയുന്നു, ഖാലു ബുനൂ ലഹു ബുനിയാനാ, ഇബ്രാഹിമിന് നിങ്ങൾ ഒരു ചൂള നിർമ്മിക്കണേ. ചൂള എന്നല്ലേ ഇവിടെ പറയുന്നത്, ചുടുകട്ടല്ല, ചൂള. ഖാലു ബുനൂ ലഹു ബുനിയാന, ഒരു ചൂള നിങ്ങൾ നിർമ്മിക്കണേ. എന്നിട്ടോ ഫഅൽഖൂഹു ഫിൽ ജഹീം. ഇബ്രാഹിം നബി എവിടെയാണ് എറിയാൻ പറഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, നിങ്ങൾ ഖുർആന്റെ വക്താക്കളാണ്, ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ്, ഖുർആനിന്റെ പ്രചാരകരും പ്രബോധകരും പ്രഭാഷകരും ഒക്കെയാണ് നിങ്ങൾ ഓരോരുത്തരും. ഞാൻ പറയുന്ന സഹോദരങ്ങളെ, ഖുർആനിൽ അല്ലാഹു തആല ഈ സംഭവത്തെ എടുത്ത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞത്, അന്ന് നമ്രോദ് വിളിച്ചു പറഞ്ഞു, വഅൽഖൂഹു ഫിൽ ജഹീം, ജഹീമിൽ നിങ്ങൾ വലിച്ചെറിയുക. ജഹീം എന്ന് പറഞ്ഞാൽ നരകത്തിലെത്തിയാണ് അല്ലേ? നീ ജഹീമിൽ വീഴാന്ന് പറഞ്ഞാൽ നരകത്തിലെത്തിയാണ്. ദുനിയാവിലെത്തിക്ക് ജഹീം എന്ന് പറയോ? ദുനിയാവിലെ തീക്ക് ജഹീം എന്ന് പറയൂല. ദുനിയാവിലെ തീക്ക് ജഹീം എന്ന് പറയില്ല. ആ ജഹീം എന്ന് പറയുന്ന തീ ഏത് തീയാണ്? കത്തിയാളുന്ന ഭീകരമായ ബീഭത്സമായ കഠിനമായ കഠോരമായ നാരകീയ ശിക്ഷയ്ക്കാണ് അല്ലാഹു ജഹീം എന്ന് ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ദുനിയാവിൽ കത്തിക്കപ്പെട്ട ഒരേ ഒരു തീക്ക് അല്ലാഹു നരകത്തിന്റെ തീയുടെ പേര് കൊടുത്തു. അത് ഇബ്രാഹിം നബിയെ കരിക്കുന്ന ചൂളയിൽ നിർമ്മിച്ച തീക്ക. അപ്പൊ ആ തീയുടെ ചൂട് എന്താണെന്ന് മനസ്സിലായോ? ഇല്ലേ? നരകത്തിലെ തീയുടെ പേരാണ് ദുനിയാവിൽ ഇബ്രാഹിം നബിയെ കരിക്കാൻ വേണ്ടി നിർമ്മിച്ച തീ കിട്ടുകൊടുത്തത്. വേറെ ഒരു സ്ഥലത്തും അല്ലാഹു തആല അങ്ങനെ ഒരു പേര് കൊടുത്തിട്ടില്ല. എത്രത്തോളം കിലോമീറ്ററുകളുടെ മുകളിലൂടെ പാറിപ്പറക്കുന്ന പക്ഷിപ്രവാദികൾ പോലും അതിന്റെ ചൂടേറ്റ് കരിഞ്ഞു വീണെന്നാണ്. അങ്ങനെ കരിഞ്ഞു വീഴുന്ന കഠിനമായ ചൂടുള്ള ആ ചൂളയിലേക്ക് ഇബ്രാഹിം നബിയെ എയ്തുവിടുകയാണ്. സഹോദരാ, പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾക്കറിയോ ഇബ്രാഹിം നബി എത്ര ദിവസമാണ് അതിനകത്ത് കിടന്നതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, 7 ദിവസം കിടന്നാണ്. 40 ദിവസമാണെന്ന് പറയുന്നുണ്ട്. പോട്ടെ, ഏറ്റവും ചെറുതിൽ നമുക്ക് പിടിക്കാം 7 ദിവസമാണ് ഇബ്രാഹിം നബി ആ തീക്കുണ്ടാരത്തിനകത്ത് കിടന്നത്. അങ്ങനെ തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഇബ്രാഹിം നബിയുടെ പ്രായം എത്രയെന്നറിയോ? 16 വയസ്സാ. ഇബ്രാഹിം നബിയുടെ പ്രായമെന്ന് 16 വയസ്സാ. ഇന്ന് +1 പഠിക്കുന്ന മകന്റെ പ്രായമാണ്. ഇന്ന് +1 പഠിക്കുന്ന, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുടെ പ്രായമുള്ള ഇബ്രാഹിം നബിയെ 7 ദിവസത്തോളം അഗ്നികുണ്ടാരത്തിൽ വലിച്ചെറിയപ്പെട്ടില്ലേ? ഇബ്രാഹിം നബി അതിലേക്ക് ചെന്ന് വീഴാൻ അടുക്കുന്ന സമയത്ത് അല്ലാഹു പറഞ്ഞു വിട്ടു, ആരെയാ? വെള്ളത്തിന്റെ ഉത്തരവാദിത്വമുള്ള മലക്കിനെ വിടുകയാ. വെള്ളത്തിന്റെ ഉത്തരവാദിത്വമുള്ള മലക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഇബ്രാഹിം, ഞാൻ
ഉദ്ദേശിച്ചാൽ അഹ്മത്തുന്നാർ, ഈ തീയെ ഞാൻ കെടുത്തിക്കളയാ, ഞാൻ വെള്ളമൊഴിച്ചിട്ട് കെടുത്തിക്കളയാ. വെള്ളത്തിന്റെ ഉത്തരവാദിത്വമല്ല എനിക്കാ തന്നിട്ടുള്ളത്. എത്ര ലിറ്റർ വെള്ളം ഞാനൊരു നാട്ടിൽ മഴയായി വർഷിപ്പിക്കണമെന്ന ഉത്തരവാദിത്വമല്ല എന്നെ ഏൽപ്പിച്ചിരിക്കുകയാ. അങ്ങ് ഉദ്ദേശിച്ചാൽ അള്ളാഹ് അനുവാദം എനിക്ക് തന്നിട്ടുണ്ട്, അള്ളാന്റെ ഓർഡറുണ്ട്, അള്ളാന്റെ നിർദ്ദേശമുണ്ട്. ഇബ്രാഹിമേ, ഞാൻ വേണമെങ്കിൽ അഹ്മത്തുന്നാറ, ആ തീയെ ഞാൻ കെടുത്തിക്കളയാമെന്ന് പറഞ്ഞു. ആ സമയത്തുടനെ കാറ്റിന്റെ ഡ്യൂട്ടിയുള്ള മലക്ക് പാഞ്ഞെത്തുകയാ. എന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിം, അള്ളാഹു എനിക്ക് കാറ്റിനെ അധീനപ്പെടുത്തിയിരിക്കുകയാ. ഞാൻ ഉദ്ദേശിക്കുന്നിടത്താ കാറ്റടിക്കുക, കാറ്റിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് ഞാനാ. ഞാൻ വിചാരിച്ചാൽ, ഞാൻ കരുതിയാൽ ഞാൻ കാറ്റിനെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തീയെ ഞാൻ അങ്ങ് കൊണ്ടുമാറ്റാ. അന്തരീക്ഷത്തിൽ എവിടെയെങ്കിലും ഞാൻ കൊണ്ടുവന്നതിനെ അങ്ങ് തള്ളാ. എന്തു പറയുന്നു? പടച്ചവൻ എന്നെ അയച്ചതാണെന്ന് പറയുമ്പോ ഇബ്രാഹിം നബിയുടെ മറുപടി എന്തെന്നറിയോ? ലാ ഹാജത ഇലൈക്കും, ലാ ഹാജത ഇലൈക്കും, ലാ ഹാജത ഇലൈക്കും. എനിക്ക് നിങ്ങളെ ആവശ്യമില്ല, നിങ്ങളെ വിട്ട അല്ലാഹുവില്ലേ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ആ പടച്ചവനെ ഞാനങ്ങ് ഭരമേൽപ്പിച്ചിരിക്കുകയാ, എന്റെ നാഥനെ ഞാനങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് പറയേണ്ട മാത്രയിൽ എന്റെ സഹോദരങ്ങള്, ആ സെക്കൻഡിൽ അള്ളാഹു ഇടപെടുകയാണ്. അള്ളാഹു ആദ്യം എന്ത് ചെയ്തു? ചില സബബുകൾ കൊണ്ട് സഹായം കൊടുത്തു, ചില സബബുകൾ കൊണ്ട് സഹായം കൊടുത്തു. ഇന്ന് എത്ര സബബാണ് കിടവറകളിൽ കഴിയുന്നവർക്ക്, എത്ര സബബുണ്ടായിട്ടും ഇറക്കുന്നില്ല, എത്ര സബബുണ്ടായിട്ടും ഇറങ്ങുന്നില്ല. പടച്ചവൻ നേരിട്ട് സഹായമുണ്ടാകും, ഒരു സംശയവും വേണ്ട. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഈ സമുദായം എത്രയോ ചെറുപ്പക്കാരാണ് ഇന്ന് ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്നത്. ആരാണ് ചോദിക്കാനുള്ളത്? എത്ര സഹോദരിമാരാണ് പരസ്യമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടത്? എത്ര പൊന്നുമക്കളാണ് ചരച്ചരക്കപ്പെട്ടത്? എത്ര പള്ളികളാണ് തട്ടിത്തകർക്കപ്പെട്ടത്? എന്റെ സഹോദരങ്ങളെ, സഭകൾ ഉണ്ടായിട്ട്, ഇന്ന് പറഞ്ഞാൽ കോടതികൾ ഉണ്ടായിട്ട്, നിയമപാലകരുണ്ടായിട്ട്, നിയമസംരക്ഷകരുണ്ടായിട്ട്, നിയമനിർമ്മാണ സഭകൾ ഉണ്ടായിട്ട് ഒരാളിൽ നിന്ന് നമുക്ക് സഹായം ലഭിക്കുന്നില്ല. പക്ഷേ നമ്മൾ സർവ്വതും റബ്ബിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാ ഹസ്ബുനല്ലാഹ്, അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നേരിട്ട് നമ്മളെ സഹായിക്കും, ഒരു സംശയം വേണ്ട. ഇവിടെ റബ്ബ് നേരിട്ട് സഹായം ഇറക്കുകയാണ്. സൂറത്തുൽ അംബിയായിലൂടെ അള്ളാഹ് പറയുന്നു, അള്ളാഹു ഇടപെട്ടിട്ട് തീയോട് പറഞ്ഞതെന്തെന്നറിയോ? എന്റെ ഖാസിനുൽ റിയാഹിനെ ആട്ടിവിട്ട എന്റെ ഖലീലേ, എന്റെ ഖാസിനുൽ മിയാഹിനെ തട്ടിത്തെറിപ്പിച്ച എന്റെ ഖലീലേ, അങ്ങ് ചെന്ന് വീടുന്ന തീയോട് ഞാൻ പറയാ. അള്ളാഹ് പറഞ്ഞല്ലോ, ഖുൽനായാനാറു كوني بردا وسلاما على إبراهيم قلنا يا نار كوني بردا وسلاما على إبراهيم. എന്റെ ഇബ്രാഹിമിന് നീ തണുപ്പും രക്ഷയും ഉള്ളതാകണേ, എന്റെ ഇബ്രാഹിമിന് നീ തണുപ്പും രക്ഷയും ഉള്ളതാകണേ. നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, അല്ലാഹു അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെന്ന് വീടുന്ന തീയോട് എന്റെ ഇബ്രാഹിമിന് നീ ബർദും സലാമുമാകണമെന്ന് പറയുന്നിടത്ത് അല്ലാഹു ബർദെന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ, അല്ലാഹു തണുപ്പെന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ലമാത്ത ഇബ്രാഹിമു മിൻ ബർദിഹാ, ഇബ്രാഹിം നബി തീയിൽ ചെന്ന് വീണിട്ട് തണുത്ത് വറച്ച് മരിച്ചു പോയേനെ. അല്ലാഹു പറഞ്ഞത് സലാമാകണം, ബർദാകണമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഈ ബർദെന്ന് മാത്രമല്ല പറഞ്ഞിരുന്നെങ്കിൽ, നീ ആ തീയെ തണുപ്പാകണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇബ്രാഹിം നബി മരിച്ചു പോയേനെ. അത് തീ പിടിച്ചിട്ടല്ല, മിൻ ബർദിഹാ, തണുപ്പ് വറച്ചിട്ട് മരിച്ചു പോയേനെ. അല്ലാഹു പറഞ്ഞത് സലാമൻ എന്ന് കൂടി പറഞ്ഞു, രക്ഷയുമാകണമെന്ന് പറഞ്ഞു. അഥവാ AC ആകണം, എയർ കണ്ടീഷൻ ആകണം, യാതൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അന്ന് അല്ലാഹു ഇബ്രാഹിം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിരീങ്ങളുടെ നേതാവാണ്, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റഹിമഹുമുല്ലാഹ്. അദ്ദേഹം പറയാണ്, അല്ലാഹു ബർദ് എന്ന് മാത്രം പറഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു?
തണുത്ത് എവിടെ മഞ്ഞിൽ ചെന്ന് വീഴുമ്പോഴല്ല, പിന്നെയോ ഉറക്കം വരുന്നില്ലല്ലോ. കേട്ടോളി, തീയിലേക്ക് ചെന്ന് വീണപ്പോ ഇബ്രാഹിം നബി എന്തായേനെ? തണുത്തു മരിച്ചു പോയേനെ. പക്ഷെ അള്ളാഹു എന്തു പറഞ്ഞു? സലാം എന്നുകൂടി പറഞ്ഞു. ഇബ്നു അബ്ബാസ് തങ്ങൾ നിർത്തുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇബ്രാഹിം എന്നുള്ള പറയാതിരുന്നെങ്കിൽ ഈ തീ എന്നും തണുത്തൊരു വസ്തുവായി തന്നെ കിടന്നേനെ. തീയുടെ സ്വഭാവം പോലും മാറിപ്പോയേനെ. പക്ഷെ അള്ളാഹു തആല അത്രയും ആ ഒരർത്ഥത്തിൽ അള്ളാഹു ഇബ്രാഹിം നബിക്ക് സഹായമായി എത്തിച്ചത് എന്തുകൊണ്ടാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒറ്റ വാക്ക്. ഏത് വാക്ക്? പ്രതിസന്ധി വന്നപ്പോ, സഹായത്തിന് ആളുകൾ വന്നപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അത്രയും വലിയ ഈമാനുള്ള ആളുകളാണ് നമ്മളെങ്കിൽ ഉറപ്പിച്ചോളി സഹോദരങ്ങളെ, ഒരു സംശയവും വേണ്ട, അള്ളാഹു ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ നമ്മളെ രക്ഷപ്പെടുത്തും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മോശമായ മരണം കൊടുത്തു നമ്രൂദിന്. മോശമായ മരണമാണ് നമ്രൂദിന് അള്ളാഹു കൊടുത്തത്. അതിന് ആ ഭാഗങ്ങൾ ഞാൻ പറയുന്നില്ല. അപ്പോ ഇബ്രാഹിം നബിയിൽ നമുക്ക് മാതൃകയുണ്ട്. പ്രതിസന്ധി 1. ഇനി ആരെല്ലാം നമുക്ക് മാതൃകയുള്ളത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കി, ഇബ്രാഹിം നബിയെ 7 ദിവസത്തിനകത്ത് കിടക്കണ്ടേ? ഒറ്റയ്ക്ക് കിടക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് അള്ളാഹു ഒരു മലക്കിനെ ഇബ്രാഹിം നബിയുടെ അതേ കോലം തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ അതേ കോലം കണ്ട ഇബ്രാഹിം നബിയാണെന്ന് തോന്നും. അങ്ങനെ ഒരു മലക്കിനെ അള്ളാഹു തആല അതിനകത്ത് കൂടെ കൊടുത്തു. രണ്ടുപേരും സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് 7 ദിവസം പോയത് ഇബ്രാഹിം നബി അറിഞ്ഞിട്ടില്ല. തിരിച്ചു വരുമ്പോ ഇബ്രാഹിം നബിയുടെ ഒരു രോമം പോലും കരിഞ്ഞിട്ടില്ല. ഇബ്രാഹിം നബിക്ക് അള്ളാഹു തണുപ്പും രക്ഷയും ഉള്ളതാക്കി മാറ്റി. ആ തീയുടെ പ്രകൃത സ്വഭാവം പോലും അള്ളാഹു തആല മാറ്റിക്കൊടുത്തു. എന്തുകൊണ്ട്? ഒറ്റ കാര്യം, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. വീട്ടിൽ ചെന്നിട്ട് ഗ്യാസ് തുറന്നു വിട്ട് തീപ്പെട്ടി വരച്ചിട്ട് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ പറഞ്ഞ അപ്പോഴേ തീരും. ഈ പരീക്ഷണം നമുക്ക് പറ്റിയതല്ല. എല്ലാ റബ്ബിനെ ഏൽപ്പിച്ച ഈസാ നബി മലയുടെ മുകളിൽ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം നബി ഈസാ നബിയുടെ ഒരു പ്രത്യേകതയാണ്, മലമുകളിൽ കയറി ധ്യാന നിമഗ്നനായിരിക്കുന്ന പ്രവാചകന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാവരും പർവ്വതമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സൂഫിയാക്കൾ, പ്രവാചകന്മാർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരൊക്കെ പർവ്വതങ്ങൾ എടുക്കാൻ കാരണം എന്താണെന്നറിയോ? അങ്ങോട്ട് കൂടുതൽ ആടെ ശല്യം ഉണ്ടാവില്ല. ആരുടെ ശല്യവും അങ്ങോട്ടുണ്ടാവൂല. അതുകൊണ്ടാണ് പർവ്വതം അവര് തിരഞ്ഞെടുക്കാറുള്ളത്. പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഈസാ നബി ധ്യാനത്തിൽ ഇരിക്കുമ്പോ, അദ്ദേഹത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോ ഇബ്ലീസ് വന്നു. എന്നിട്ട് ചോദിച്ചേ, ഈസാ നബിയെ എന്താ കാര്യം? അള്ളാഹു അല്ലേ ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കുന്നത്? അതെ. അള്ളാഹ് വിചാരിക്കാത്ത എന്തെങ്കിലും നടക്കുമോ? ഒന്നും നടക്കൂല. എന്നാ പിന്നെ എടുത്തങ്ങ് ചാടിയേ പോരെ. നിങ്ങൾ ഈ മലയെടുത്തങ്ങ് ചാട്, അള്ളാഹ് രക്ഷപ്പെടുത്തട്ടെ, അള്ളാന്റെ വിധിയാണെന്ന് കൂട്ടിക്കോ. അപ്പൊ ഈസാ നബി പറഞ്ഞു, ഇവിടെ ശൈത്താനെ, അള്ളാഹ്ക്ക് നമ്മളെ പരിശോധിക്കാം, പക്ഷെ നമ്മൾ അള്ളാഹിനെ പരിശോധിക്കാൻ പാടില്ല. അള്ളാഹ്ക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യാം, പക്ഷെ നമ്മൾ തിരിച്ച് റബ്ബിനെ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മുൻഗാമികൾ അവർ അഭിമുഖീകരിച്ചത് അത്രയും ഈമാൻ അവർക്കുണ്ടായതിന്റെ പേരിലാണ്. കാലം കഴിയുന്തോറും ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കും. പണ്ട് ബഹുമാനായ തഴവാവസ്ഥതൊക്കെ പ്രസംഗിച്ച വേദിയിലല്ലേ ഇപ്പോ ഈ സാധുവിനെ പോലുള്ളൊരു പ്രസംഗിക്കുന്നത്? അവരുടെ നമ്മുടെ ഇബാദത്തിന്റെ അന്തരം എത്ര വലുതാ! അജഗജാന്തരം വ്യത്യാസമില്ലേ? അവരുടെ നമ്മുടെയും ഇൽമ്, അവരുടെ നമ്മുടെയും തഖ്വ, അവരുടെ നമ്മുടെയും ഇബാദത്ത്, അവരുടെ നമ്മുടെയും ഖുലുഖ് എത്ര വ്യത്യാസമാണ്! വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല. അജഗജാന്തരം, ആനയെ ആട്ടുകുട്ടിയും പോലെ തന്നെ, അതിലൊരു സംശയമില്ല. അത്രയും വിശാലമായ ഈമാനിന്റെ ഉടമകളായിരുന്നു മുന്നോറുകൾ, മുൻഗാമികൾ. അള്ളാഹു അവിടെയൊക്കെ ഗുരുത്വപുരത്ത് നമുക്ക് തരട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇശാ നമസ്കാരത്തിന് കയറിയത് ഷെയ്ഖ് മസ്ജിദിലാണ്. അവിടെ മുറ്റത്ത് ഒരു മഹാൻ കിടക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖിനെ സ്വപ്നം കണ്ട മഹാനാൻ റഈസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു. 40 വർഷം തഴവ ഉസ്താദിന്റെ ഏറ്റവും വലിയ സതീർത്ഥ്യനായിരുന്നു. 40 വർഷം. ഒരു സ്മരണികയിൽ ഞാൻ വായിച്ചത്, ഈ 40 വർഷം രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയാൽ കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയ പ്രതീതിയാണ്. അവർ ഇൽമിലേക്ക്, കിതാബിലേക്ക്, അതിന്റെ സാഗരത്തിലേക്ക് കൊണ്ട് ചാടുകയാണ്. ഞാൻ വായിച്ചത്, ഈ 40 വർഷം അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് ഒരിക്കൽ പോലും വീട്ടിലെല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചിട്ടില്ല. വീട്ടിലെ കാര്യമൊന്നും ചോദിക്കാറില്ല.
ചുമ്മാ ചളുവടിക്കാറില്ല. നമ്മളാണെങ്കിലോ പള്ളി പോയാൽ ഇത് തന്നെ. മഗ്‌രിബിന് പോയാൽ പിന്നെ ഇശാക്കേ വരുള്ളൂ. നടക്കാൻ പാട് കരുതിയിട്ട്, ബുദ്ധിമുട്ട് കരുതിയിട്ട്. മഗ്‌രിബിന്റെ ഇശാന്റെ ഇടയിൽ എന്തെല്ലാം നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന സമയമാണ്. ആ സമയത്താണ് ഇമാമിനെ മാറ്റുന്ന ചർച്ച, മോദിനെ മാറ്റുന്ന ചർച്ച, കമ്മിറ്റി പിരിച്ചുവിടുന്ന ചർച്ച, നാട്ടിലെ പെണ്ണുങ്ങളുടെ ചർച്ച, എല്ലാം മഗ്‌രിബ് ഇശാന്റെ ഇടയിലാണ്. ഈ നാട്ടിൽ ഉണ്ടാവില്ല, അള്ളാഹു ഇല്ലാതാക്കട്ടെ. ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോളി. ഉള്ള നാടുകളുണ്ട്. മഗ്‌രിബ് ഇശാന്റെ ഇടയിലാണ് ഈ ഫിത്ന കമ്മിറ്റി കൂടുന്നത്. അള്ളാഹു എല്ലാവർക്കും നല്ല തൗഫീഖ് തരട്ടെ. ആർക്കും വിഷമം തോന്നരുത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത് നമുക്ക് മാതൃക ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താ മാതൃക? ശ്രദ്ധിച്ചോളി. ഹിജ്റ എത്രാമത്തെ വർഷമാണ് ബദർ നടന്നത്? ഇതൊക്കെ ഒന്ന് പഠിക്കുന്ന സഹോദരങ്ങളെ, ഇതൊക്കെ ഒന്ന് പഠിക്കണം. ഹിജ്റ 2-ാം വർഷത്തിലാണ് ബദർ യുദ്ധം, അല്ലേ സാർ? 2-ാം വർഷം. അപ്പൊ നബി തങ്ങൾക്ക് എത്ര വയസ്സ്? 55 വയസ്സ്. 55 വയസ്സ്. ഹിജ്റ 2-ന് ബദർ യുദ്ധം നടക്കുകയാണ്. അത്ഭുതകരമായ വിജയം മുസ്ലിമീങ്ങൾക്ക്. ഹിജ്റ 3-ന് ഉഹദ് യുദ്ധം നടന്നു. ആദ്യം വൻ വിജയം, പിന്നെ നേരിയ പരാജയം. എങ്കിലും അൽഹംദുലില്ലാഹ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അബൂ സുഫിയാന് സഹിക്കാൻ പറ്റിയില്ല. അബൂ സുഫിയാൻ നബിതങ്ങളോടും സഹാബത്തിനോടും പറഞ്ഞു. എപ്പോഴാ? നബിതങ്ങൾക്ക് 56 വയസ്സുള്ളപ്പോ, ഹിജ്റ 3-ാം കൊല്ലം ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോ പറഞ്ഞു, കാണിച്ചു തരാടാ, അടുത്ത വർഷം കാണിച്ചു തരാം, അടുത്ത വർഷം വരട്ടെ, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ശ്രദ്ധിച്ചു കേൾക്കണം. മക്കാരും മക്കയിലേക്ക് പോയി. ഇന്നിപ്പോ ഇസ്ലാമിനെ കരിവാരിച്ചേക്കാൻ ഇപ്പൊ വരുന്നുണ്ട് ലഘുലേഖകൾ. ഇപ്പൊ ഇറങ്ങും ലഘുലേഖകൾ, ഇപ്പൊ ഇറങ്ങും. റബീഉൽ അവ്വൽ വരികയാണ്, സഫർ മാസത്തിലേക്ക് കടക്കുകയാണ്. സഫർ 30 കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 29 കഴിഞ്ഞാൽ പുണ്യ റബീഇന്റെ ദിവസങ്ങളാണ്. ആ പുണ്യ റബീഇന്റെ ദിവസങ്ങളിൽ ലഘുലേഖകൾ ഇറക്കുന്ന എംബോക്കികൾ, എരപ്പാളികളുണ്ട്. ആദരവായ പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട്, അധിക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെ ഒക്കെ ആക്ഷേപിക്കുന്ന കുറെ ഫേക്ക് ഐഡിയകൾ ഉണ്ടാക്കിയിരിക്കുന്ന ചില കുബുദ്ധികളുണ്ട്. കാലം അവർക്ക് മാപ്പ് കൊടുക്കില്ല. അവർ കാലം മാപ്പ് കൊടുക്കില്ല. അള്ളാഹുവിന്റെ റസൂലിനെ പറഞ്ഞവന് പൊള്ളാതെ പോയിട്ടില്ല, പൊള്ളാതെ പോയിട്ടില്ല. എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധമായ ബദർ യുദ്ധം, ഉഹദ് യുദ്ധം നടന്നതിന് ശേഷം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സഹാബത്തിനോടും റളിയല്ലാഹു അൻഹും ഇവര് അബൂ സുഫിയാൻ വന്നിട്ട് പറഞ്ഞു, അടുത്ത വർഷം എടുത്തോളാടാ, കണ്ടോളാം കേട്ടാ, അടുത്ത വർഷം വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മക്കത്തേക്ക് പോയി. നിങ്ങൾ ആലോചിക്കണം, നബിതങ്ങൾ യുദ്ധം നടന്ന മദീനയിലേക്ക് വന്നതിന് ശേഷമാണ് കൂടുതൽ യുദ്ധം നടന്നത്, ആണല്ലോ. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഖന്തക്ക് മദീനയിൽ നിന്ന് 5 കിലോമീറ്ററിന്റെ ഉള്ളിൽ, ഉഹദ് മദീനയിൽ നിന്ന് 5 കിലോമീറ്ററിന്റെ ഉള്ളിൽ, ബദർ മദീനയ്ക്ക് അടുത്ത്, മക്കയിൽ നിന്ന് ദൂരമുള്ളത് 100-150 കിലോമീറ്ററിന്റെ ഉള്ളിൽ. അപ്പോ ഇസ്ലാമിന്റെ മക്കളെ, മുസ്ലിങ്ങൾ അങ്ങോട്ട് പോയി അടിച്ചോ, അത് ഇങ്ങോട്ട് വന്ന് അടിയുമായി കൊണ്ടുപോയോ? ഇവിടെ വന്നിട്ട് ജീവിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടല്ലേ നബിതങ്ങൾ പ്രതിരോധിച്ചത്. അതിന് നബിതങ്ങളെ എങ്ങനെ യുദ്ധക്കൊതിയനാവുക? മക്കയിലുള്ളപ്പോഴോ എപ്പോഴും ഉപദ്രവമായിരുന്നില്ലേ? നബിതങ്ങൾ തിരിച്ചടിച്ചില്ല, കാരണം അള്ളാന്റെ കൽപ്പനയില്ല. എന്നാ തിരിച്ചടിക്കാനുള്ള ആഹ്വാനം വന്നു മദീനത്ത് പോയപ്പോ. അതിനുശേഷം തിരിച്ചടിക്കാനുള്ള ആഹ്വാനം മദീനത്ത് പോയി 2 വർഷം കഴിഞ്ഞ് ബദറിൽ തിരിച്ചടിക്കാനുള്ള ആഹ്വാനം വന്നപ്പോൾ അതിനുശേഷം നടന്ന മുഴുവൻ യുദ്ധങ്ങളും അതെല്ലാം മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലും ചുറ്റുവട്ടത്തുമാണ്. നബിതങ്ങൾ അങ്ങോട്ട് പോയി അധികാരം ആരെയും ഉപദ്രവിച്ചില്ല. എല്ലാവരും ഇങ്ങോട്ട് വന്ന് തല്ലുമാങ്ങിക്കൊണ്ട് പോയ ചരിത്രമേ ഉള്ളൂ. അങ്ങനെ ഹിജ്റ, പിന്നെ പരിശുദ്ധമായ ബദർ കഴിഞ്ഞ് ഉഹദ് കഴിഞ്ഞ് ഹിജ്റയുടെ പിന്നെ 4-ാമത്തെ വർഷം അവർ തീരുമാനമെടുത്തു, നമുക്ക് പോകണം. അങ്ങനെ എന്ത് ചെയ്തു? തീരുമാനമൊക്കെ എടുത്ത് നിൽക്കുമ്പോ മക്കയാകെ ക്ഷാമം വന്നു. ആർക്കും കഴിക്കാനും ഒന്നുമില്ല, ആകെ ക്ഷാമമായി. അപ്പൊ അവര് പറഞ്ഞു, അബൂ സുഫിയാൻ അണികളോട് പറഞ്ഞു, അല്ല, നമുക്ക് പോയാൽ ശരിയാവൂല, കാരണം പിടിച്ചു നിൽക്കാൻ പറ്റൂല. ബദറിലും ഉഹദിലും അവരൊക്കെ നമ്മൾ കണ്ടതാ, പേക്കോലങ്ങൾ വന്ന് നമ്മളെ കയറി മേഞ്ഞിട്ട് പോയതല്ലേ. അതുകൊണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് ചെന്നാൽ പറ്റില്ല, നമുക്ക് കഴിക്കാനും ഒന്നുമില്ല, കുടിക്കാനും ഇല്ല, കഷ്ടപ്പാടാ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് പോണ്ട. അപ്പോ അണികൾ ചോദിച്ചു, അല്ല അബൂ സുഫിയാനെ വെല്ലുവിളിച്ചിട്ടല്ലേ വന്നത്, മോശമല്ലേ പോവാതിരുന്നാൽ? മോശമല്ലേ? അവനൊരു കാര്യം ചെയ്യും, ഒരാളെ തെരഞ്ഞു പിടിച്ചിട്ട് പറഞ്ഞിടാ, നീ പോയി മദീനത്ത് ചെന്നിട്ട് കിംവദന്തി പരത്തണം. എന്താണ്? ഞങ്ങൾ വലിയ സന്നാഹത്തോടു കൂടി വരികയാണ്, അങ്ങനെ വന്നപ്പോൾ അങ്ങോട്ട് നശിപ്പിക്കാൻ പോവാണ് എന്നൊക്കെ പറയണം. അവര് പേടിച്ചിട്ട് മാറുന്നെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ചാരനെ, ഒരു സംഘത്തിൽ ഒരാളെ വിട്ടു. അയാള് നേരെ മദീനത്ത് വന്നിട്ട് എന്ത് ചെയ്തു? അവിടെയുള്ള ആളുകളോടൊക്കെ പറഞ്ഞു, പിന്നെ അബൂ സുഫിയാനും കൂട്ടരെന്താ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് വരികയാണ്.
എല്ലാരും സർവ്വസന്നാഹത്തോടു കൂടി വരിക, നിങ്ങളിപ്പോ അങ്ങ് നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് കിംവദന്തി വരുത്തി, ഭയപ്പെടുത്തി. ആ സമയത്ത് എന്താ സഹാബത്ത് നബിതങ്ങളും പറഞ്ഞത്? അതാ നമ്മുടെ വിഷയം. പക്ഷെ സംഭവിച്ചത് എന്താണെന്നറിയോ? ഇവരിത് പറഞ്ഞപ്പോ അവര് തിരിച്ചു പോയിട്ട് പറഞ്ഞു, അല്ല പോയേ പറ്റൂ. അങ്ങനെ അവര് തിരിച്ചു. അവിടെ നിന്ന് തിരിച്ച് ബദറിലെത്തിയില്ല. നബി സഹാബാക്കളും ബദറിലെത്തുമ്പോ 8 ദിവസം അവിടെ കാത്തു നിന്നു മക്കയിലെ മുശ്രിക്കീങ്ങളെ. അവർ വന്നില്ല, പേടിച്ചുപോയി. അവര് 3 ദിവസം സഞ്ചരിച്ച് വഴിദൂരം എത്തിയിട്ട് യോഗം കൂടിയിട്ട് പറഞ്ഞു, നമ്മൾ ചെന്ന് കയറി കൊടുത്ത അഴിയും കൊണ്ടുകൊണ്ട് തിരിച്ചു വരും, നമ്മൾ പലരും മരിച്ചു, അതുകൊണ്ട് നമുക്ക് തിരിച്ചു ആ മക്കളെ എന്ന് പറഞ്ഞിട്ട് നാണം കെട്ട് തിരിച്ചുപോയി. ഇവർ 8 ദിവസം അവിടെ പ്രതീക്ഷിച്ചു നിന്നു. സന്നാഹങ്ങളോട് തന്നെ അവർ പോയത്. നബി സഹാബത്തും ബദറിൽ നിന്നുകൊണ്ട് ഈ 8 ദിവസം അവര് കച്ചവടം നടത്തി വലിയ ലാഭം കൊയ്തെടുത്തു. എന്നിട്ട് അവർ നേരെ തിരിച്ച് മദീനയിലേക്ക് വന്നു. ഇതിന്റെ പേരാണ് ബദർ സുഗ്റ. ഇതാണ് ബദർ സുഗ്റ. പഠിച്ചോളെ, ബദർ 2 ഉണ്ട്, ബദറുൽ കുബ്ര, ബദർ സുഗ്റയും. ഹിജറ 2 ബദറുൽ കുബ്ര, നമ്മുടെ ഹിജറ 4 ബദർ സുഗ്റ. ബദറുൽ കുബ്ര എന്താ സംഭവിച്ചത്? ആദ്യത്തെ ബദറിൽ കച്ചവടം ലക്ഷ്യമാക്കി പോയി യുദ്ധം നടത്തി തിരിച്ചു വന്നു. രണ്ടാമത്തതോ യുദ്ധം ലക്ഷ്യമാക്കി പോയി കച്ചവടം നടത്തി തിരിച്ചു വന്നു. അല്ലാഹു തആല അത്ഭുതകരമായി അവർക്ക് സഹായം കൊടുത്തു. അതെങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്? സൂറത്ത് ആലു ഇംറാനിലൂടെ അല്ലാഹു പറയുകയാണ്, ഈ മദീനയിലേക്ക് മക്കയിൽ നിന്ന് വന്ന ആളുകൾ പറഞ്ഞതെന്തെന്നറിയോ? അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ആളുകൾ വന്നിട്ട് പറഞ്ഞു, സർവ്വസന്നാഹങ്ങൾ ഒരുക്കുകയാ അബൂ സുഫിയാൻ. മക്കക്കാരെല്ലാ സന്നാഹങ്ങളുമായിട്ട് വരികയാണ്. മദീനക്കാരാ, നിങ്ങളെ തുടച്ചു നീക്കും ബദറിലെ ദേഷ്യമുണ്ട്, ഉഹുദിലെ വൈരാഗ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കലാണ് വേണ്ടതെന്ന് പറഞ്ഞു. ആ സമയത്ത് നബിയും സഹാബാക്കളും പറഞ്ഞതെന്തെന്നറിയോ? ഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു അവർക്ക് കൊടുത്ത സഹായം എന്താണ്? ഫൻഖലബൂ ബിനിഅമതിൻ മിനല്ലാഹ്. അല്ലാഹുവിന്റെ ഫളലും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുമായി 8 ദിവസം ബദറിൽ താമസിച്ചിട്ട് സഹാബത്തും നബിയും മടങ്ങി മദീനത്ത് വന്നില്ലേ? അല്ലാഹുവിന്റെ സഹായം അവർക്ക് വരാനുള്ള കാരണം എന്താണ്? പ്രിയപ്പെട്ട സമുദായം മനസ്സിലാക്കുക, ഇവിടെ 2 പരീക്ഷണങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഒന്ന് നേർക്ക് നേരെ ഭരണാധികാരിയിൽ നിന്നുണ്ടായ പീഡനമാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി നമുക്ക് മാതൃകയാണ്. രാജ്യം ഭരിക്കുന്നവർ കടിച്ചു കീറാൻ നമ്മുടെ നേരെ വരുമ്പോ നിങ്ങൾക്ക് മാതൃക എവിടെയാണ്? ഇബ്രാഹിം നബിയിലാണ് നിങ്ങൾക്ക് മാതൃകയുള്ളത്. എന്നാൽ ഭീഷണികൾ വരുമല്ലോ, നാനാഭാഗങ്ങളിൽ നിന്ന് ഭീഷണി വരുമല്ലോ. അപ്പം നിങ്ങൾക്ക് മാതൃക എവിടെയാണ്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ബദർ സുഗ്റയിലെ പോലെ സഹോദരങ്ങളെ, ഡയറക്റ്റ് ആയിട്ട് ഭരണാധികാരിൽ നിന്ന് പീഡനം വരുമ്പോഴോ നമ്മളെ നശിപ്പിക്കുമെന്നുള്ള രീതിയിൽ കിംവദന്തികൾ പലരും പല ഭാഗങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ നമുക്ക് മടങ്ങാനുള്ളത് എവിടേക്കാ? അല്ലാഹുവിന്റെ ഹബീബിലേക്കും പടച്ചവന്റെ ഖലീലിലേക്കുമാ. അവർ 2 പേരും മാതൃകാ പുരുഷന്മാരാ. അവർ 2 പേരും 2 പ്രതിസന്ധികൾ വന്നപ്പോ, ഒന്ന് നേരിട്ട് ഭരണാധികാരി അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ, മറ്റൊരു ഭാഗത്ത് ഭീഷണിയുടെ സ്വരം 4 ഭാഗത്തു നിന്നുണ്ടായപ്പോ അവർ 2 പേരും പറഞ്ഞ മന്ത്രോച്ചാരണമേതാ? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം, ഇന്ന് അപവാദങ്ങൾ ഒരുപാട് നടക്കുകയാണ്, ഇല്ലേ? പലരെ പറ്റിയും കുപ്രചരണങ്ങൾ പരത്തുക. അപവാദങ്ങൾ, പ്രചരണങ്ങൾ പരത്താൻ ആർക്കും മടിയില്ലാത്ത കാലമാണ്. എവന്റെ ജോലി എന്താണ്? ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കുക, എന്നിട്ട് 10 രൂപയ്ക്ക് ചാർജ് ചെയ്യുക, എന്നിട്ട് ഒരാളുടെ ഫോട്ടോ സംഘടിപ്പിക്കുക, എന്നിട്ട് അതിലോട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് അതിനിടയിൽ ഒരു പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ അങ്ങോട്ട് തൊടുത്ത് വിട്ടുകൊടുത്താൽ
ഫേസ്ബുക്കിൽ ഇരിക്കുന്ന മഹാന്മാർ ഇങ്ങനെ അങ്ങോട്ട് ഏറ്റുപിടിക്കാൻ തുടങ്ങും. എന്നിട്ട് കമന്റുകൾ, ഷെയറുകൾ, ലൈക്കുകൾ എത്രയാണ് നിരവധി ആളുകളിലേക്ക് നിമിഷ നേരം കൊണ്ട് എത്തിച്ചേരുന്ന നിലയിൽ സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രതിസന്ധി ഇല്ലെങ്കിലും ഇത് നമ്മൾ ചൊല്ലണം. നിങ്ങൾക്കറിയോ, ഒരു ദിവസം 2 ഭാര്യമാർ, നബി തങ്ങളുടെ 2 ഭാര്യമാർ തമ്മിൽ ഒരു സംവാദം നടന്നു. ആരൊക്കെ? രസകരമാ. സഹോദരിമാര് പഠിച്ചോളി. പെണ്ണുങ്ങളാണ് പ്രശ്നം. ഇന്ന് ഒരു സ്ഥലത്ത് തന്നെ ഒരു സംഭവം ഉണ്ടായി. അവിടെ ആവശ്യമില്ലാതൊരു കിംവദന്തി പരത്തി. ഇവിടെ ഒന്നും അല്ല കേട്ടോ. അപ്പൊ അതിന്റെ പിന്നിൽ ആരാന്ന് നോക്കുമ്പോ അത് പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. നിങ്ങൾക്ക് വിഷമം തോന്നരുത്, ഉള്ള സ്വർണ്ണമൊക്കെ തന്നേക്കണം. പോയവര് എന്താ സ്ത്രീകളാണ്. എന്താ കാര്യം? അവരാണ് ഈ കുശുകുശുപ്പിന്റെ ആളുകൾ. ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെവിയിൽ പറഞ്ഞു കൊടുക്കും. പാവപ്പെട്ട ഒരു ഭർത്താവ് ഒരു ദിവസം ഈ ചെസ്റ്റിൽ ഇൻഫെക്ഷൻ വന്നിട്ട് അയാൾ കാർക്കിച്ച് തുപ്പിയപ്പോ ഇങ്ങനെ കഫം ചെന്ന് വീണു. അപ്പൊ അതിനെ ഭാര്യയോട് പറഞ്ഞു, കണ്ട ഒരു പ്രാവ് കിടക്കും പോലെ കിടക്കാന്ന് പറഞ്ഞു, ഒരു കിളി കിടക്കും പോലെ ഞാൻ തുപ്പിയെന്ന് പറഞ്ഞു. തമാശക്ക് പറഞ്ഞത്. ഉടനെ എവളെന്ത് ചെയ്തു? അപ്പുറത്തെ കൂട്ടുകാരിയോട് പറഞ്ഞു, ഇന്നെന്റെ ഭർത്താവ് കിളിയെപ്പോലെ ഒരു സാധനം തുപ്പിന്ന് പറഞ്ഞു. പോക്ക് നോക്കണം. അവളുടെ കൂട്ടുകാരെടുത്ത് പറഞ്ഞു, അറിഞ്ഞോ ഇന്ന് മറ്റേ ആള് അവളുടെ ഭർത്താവ് തുപ്പിയപ്പോ ഒരു കിളിയാണ് തുപ്പിയത്. അവളുടെ കൂട്ടുകാരെടുത്ത് പറഞ്ഞത് ഇന്നവളുടെ ഭർത്താവ് തുപ്പിയപ്പോ വായിന്ന് കിളി ചാടിപ്പോയി. ഓരോ കാര്യങ്ങൾ നീണ്ടു പോകുന്നത് അങ്ങനെയാണ്. ഊന്നു പോയാൽ അത് പറന്നുപോയി എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് തിരുവനന്തപുരത്തുകാർക്ക്. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ ഊന്നു പോവാന്ന് പറയോ? ഇല്ല. ഇഴഞ്ഞു പോവാന്നറിയില്ലേ? അതെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഓരോ അപവാദങ്ങൾ, പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇന്ന് വേറൊരാൾക്കാണെങ്കിലും നാളെ നമുക്കാണ്. അതിലൊന്നും ഒരു സംശയമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 2 ഭാര്യമാരും തമ്മിൽ ഒരു ദിവസം തർക്കം നടന്നു. ഭാര്യമാര് അധികം ഉണ്ടാകുമ്പോ അങ്ങനെ ഭർത്താക്കന്മാരെ സൂക്ഷിച്ചോളി. അവര് തമ്മിൽ ചർച്ചകളാവും. ഞാനാടി നല്ലത്, നീയല്ല നല്ലത് എന്ന് പറഞ്ഞിട്ട് ചർച്ചയാവും. ഇവിടെ ആരൊക്കെയാ ഭാര്യമാരെന്നറിയോ? മഹരി സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ, നബി തങ്ങളുടെ പ്രിയപ്പെട്ടവളെ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, മറ്റൊരു ഭാര്യയായ ബീവി സൈനബ റളിയല്ലാഹു അൻഹാ. 2 പേരും തമ്മിൽ ചർച്ച നടക്കുകയാണ്. സൈനബ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആയിഷ ബീവിയോട് പറഞ്ഞു, ഏ ആയിഷ, നിനക്ക് സൗന്ദര്യം കൂടുതലാണ്, നിനക്ക് പ്രായം കുറവാണ്, നബിക്ക് നിന്നോട് സ്നേഹം കൂടുതലാണ്. പക്ഷെ പൊന്നുമോളെ, എന്നോട് നീ കളിക്കണ്ട. കാര്യം എന്തെന്നറിയോ? എന്നെ ആരാ എന്റെ ഹബീബിന് കല്യാണം കഴിച്ചു കൊടുത്തത്? നിന്നെ ആരാ കല്യാണം കഴിച്ചു കൊടുത്തത്? ആരാ? സൈനബ കല്യാണം കഴിച്ചു കൊടുത്താരാ? സൈനബ ബീവി ആരാ കല്യാണം കഴിച്ചു കൊടുത്തത്? ഇടയ്ക്കൊരു മന്ത്രി ഈ അപവാദം നിയമസഭയിലോ വെളിയിലോ എവിടെ പറഞ്ഞു. രാഷ്ട്രീയമായി സംസാരിക്കാൻ കഴിയാതെ വരുമ്പോ ഇതുപോലുള്ള ഒരുപാട് ഇറക്കാറുണ്ട്. ഇറക്കുന്നതിനൊക്കെ പരമാവധി ഞാൻ എന്റെ സത്യാവസ്ഥ പറയാറുണ്ട്. കേൾക്കുന്നവർ കേൾക്കട്ടെ, അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ. നമുക്ക് ലൈക്ക് അടിക്കേണ്ട, ആരും കമന്റും ചെയ്യേണ്ട, ആരും ഷെയറും ചെയ്യേണ്ട, ആരും ഒന്നും ചെയ്യേണ്ട. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എന്തെങ്കിലും തെറ്റ്, അതിന് പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും അതിന് മുസ്ലിം മന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ പറയാനുള്ള പറയും. ഇഷ്ടമുള്ളവർ വിളിക്കുക, അല്ലാത്തൊരു വിളിക്കണ്ട. ഞാൻ ഒരു കാര്യം പറയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്. സൈനബ റളിയല്ലാഹു അൻഹ ആദ്യം കല്യാണം കഴിച്ചിരുന്നത് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ആണ്. സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ത്വലാഖ് ചൊല്ലി പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ ബീവിയെ കല്യാണം കഴിച്ചു. സൈനബ ബീവിയെ കല്യാണം കഴിക്കുന്നത് ആരാണ്? സൈനബ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തെന്നറിയോ? ആരാ? അവര് തന്നെ പറയട്ടെ. യാ ആയിഷ സവ്വജനി അല്ലാഹ്, എന്റെ കല്യാണത്തിന്റെ വലിയാരം അറിയോ? എനിക്ക് എന്റെ ഹബീബിന്റെ ജീവിതത്തിലേക്ക് കടന്നു പോയപ്പോ എന്റെ നിക്കാഹിന്റെ വലിയാരം അറിയോ? എന്റെ അല്ലാഹുവാണ്. ആയിഷ, നിന്റെ വലിയ അബൂബക്കർ അല്ലേ?
നിന്റെ വാപ്പ അബൂബക്കറല്ലേ എനിക്ക് കല്യാണം കഴിച്ചു കൊടുത്ത വലി, എന്ന എന്നെ കെട്ടിച്ചു കൊടുത്ത വലി എന്റെ അള്ളയാ. അത് സംഭവം വിശാലമാണ്, പറഞ്ഞാൽ നമുക്ക് തീരെയില്ല, മനസ്സിലാവില്ല. ഇപ്പോ അത് സയ്യിദ് ഇബ്നു ഹാരിസിനോട് ഒഴിവാക്കാൻ പറഞ്ഞു. നബി തങ്ങൾ വീണ്ടും കല്യാണം കഴിച്ചു. അതൊക്കെ ചരിത്രം വിശാലമാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോഴേ ഞാനൊരു സ്ഥലത്തിൽ പറഞ്ഞിരുന്നു ഖുർആനിലെ ഏക സ്വഹാബി എന്ന് പറഞ്ഞിട്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹ ഇത് പറഞ്ഞു, എന്നെ കല്യാണം കഴിച്ചു കൊടുത്ത എന്റെ അല്ലാഹു, നിന്നെ കെട്ടിച്ചു കൊടുത്ത നിന്റെ വാപ്പ. വിട്ടുകൊടുക്കോ? ആയിഷ ബീവിയല്ലേ ആള്. ആയിഷ ബീവി പറഞ്ഞു സൈനബ, നീ പറഞ്ഞത് ഞാൻ അംഗീകരിച്ചു, പക്ഷേ നസലത് ബറാഅതി മിനസ് സമാഇ ഫിൽ ഖുർആൻ, എന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അല്ലാഹു ആയത്തിറക്കി സൈനബ, ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് പടച്ചതമ്പുരാനായത്തിറക്കി സൈനബ. ആ ഭാഗ്യം നിനക്ക് കിട്ടിയോ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ അള്ളാഹു ഇടപെട്ട് നിനക്ക് കല്യാണം കഴിപ്പിക്കുന്നത് ശരിയാ, ഞാൻ സമ്മതിച്ചു. പക്ഷേ നിന്നെ പറ്റി ഒരായത്ത് അള്ളാഹു നിരപരാധിത്വം തെളിയിച്ചിട്ട് ഇറക്കിയിട്ടുണ്ടോ? ആളുകൾ മുഴുവനും എന്നെ ആക്ഷേപിച്ചപ്പോ, അധിക്ഷേപിച്ചപ്പോ അള്ളാഹു നീ നിരപരാധിയാണ് ആയിഷ മോളെ എന്ന് പറഞ്ഞ് സൂറത്തുൻ നൂറിൽ അല്ലാഹു ആയത്തിറക്കി തന്നു. ആ സമയത്ത് സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, അംഗീകരിക്കാതിരിക്കൂല എന്നത്തെ പെണ്ണുങ്ങളെ പോലെ. സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, സമ്മതിച്ചു. പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ, അവിടെയും കണ്ടോ പഠിക്കാനുള്ള താല്പര്യം. ആയിഷ ബീവിയോട് സൈനബ് റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, കൈഫ ഖുൽതി ഹത്താ ഹീന റകിബ്തി റാഹിലത സഫ്വാൻ. ആ യാത്രയിൽ മനസ്സിലായില്ലേ, സഫ്വാൻ എന്ന സഹാബിയുടെ ഒട്ടകക്കെട്ടിൽ കയറിയപ്പോ നീ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? യാത്ര പോകുമ്പോ നബി തങ്ങൾ നറുക്കിട്ടെന്ന് ഭാര്യമാരെ കൊണ്ടുപോകും. അങ്ങനെ അന്ന് ഞറുക്ക് വീണത് ആയിഷ ബീവിക്കാൻ. ആയിഷ ബീവി യാത്ര പോവല്ലേ, ഒരു പെണ്ണിന്റെ ആഗ്രഹമല്ലേ, ഒരു മാല അവർക്ക് ഭയങ്കര താല്പര്യമാണ് സ്ത്രീകൾക്ക്. അങ്ങനെ മാല ആയിഷ ബീവിക്കില്ല. അവ പുറത്തിറങ്ങുമ്പോ സ്വർണ്ണമൊക്കെ ഇടണ്ടേ, ആളുകളെ കാണിക്കാനല്ല, എങ്കിലും ഒരു പെണ്ണിന്റെ അഭിവാജ്യ ഘടകം, ആഗ്രഹം, അഭിലാഷം, അതാണ് സ്വർണം. അതുകൊണ്ട് അവർക്ക് ഹലാലാക്കി, നമുക്ക് ഹറാമാക്കി. അവർക്കത് ഇട്ടാലേ സൗന്ദര്യമുള്ളൂ, നമുക്കത് ഇട്ടാൽ. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ഇടാതെ നിന്നാൽ എന്തോ അസുഖം പിടിച്ച പെണ്ണെന്നല്ലേ പറയുള്ളൂ. വളയം മാലയും മോതിരൊന്നും ഇല്ലാതെ നിന്നാൽ. ഇതൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ പ്രസംഗിച്ചാലോ, കമ്മലും വളയൊക്കെ ഇട്ടുകൊണ്ട് എനിക്ക് പ്രാന്തല്ലേ നിങ്ങൾ പറയും. അപ്പൊ ആണുങ്ങൾക്ക് അല്ലാഹു തആല അതില്ലാതെ സൗന്ദര്യം കൊടുത്തു, പെണ്ണുങ്ങൾക്ക് അത് ഇട്ടാലേ സൗന്ദര്യം വരും. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ഹലാലാക്കി, നമുക്കത് ഹറാമാക്കി. ഇവിടെ ആരെങ്കിലും സ്വർണം ധരിച്ചാൽ അവൻ കാഫിറാവൂല, പക്ഷെ സ്വർഗത്തിൽ പോയാൽ സ്വർണം ധരിക്കാൻ പറ്റില്ല. അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ സ്വർണം ധരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ വന്നിട്ട് അസ്മായിനോട് പറഞ്ഞു. അസ്മാരാ സഹോദരി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകള്. എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠത്തിയാണ്. എന്നിട്ട് പറഞ്ഞൊരു മാല കടം തരൂ. അങ്ങനെ ഒരു മാല കടം കൊടുത്തു. ആ മാലയാകട്ടെ ഇത്ര ഭാഗത്തെ സ്വർണ്ണമുള്ളൂ, ബാക്കി ചരടാണ്. കാരണം ഇല്ല, അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ. അപ്പൊ അത് ഇങ്ങനെ കെട്ടി കഴുത്തിലിട്ടുകൊണ്ട് പോയി. തിരിച്ചു വരുന്ന വഴിയിലാണ് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകേണ്ട, മറയിരിക്കേണ്ട സമയം. അങ്ങനെ അവർ പറഞ്ഞു, ഒട്ടകക്കെട്ടിൽ നിലത്ത് വെച്ചു. അവര് കയറിപ്പോയി. തിരിച്ച് ഒട്ടകക്കെട്ടിലിന് അടുത്തെത്തിയപ്പോഴേക്കും മാല കണ്ടില്ല. അസ്മാന്റെ മാലയല്ലേ തിരിച്ചു കൊടുക്കണ്ടേ? അവര് പെട്ടെന്ന് നോക്കാൻ വേണ്ടി തിരിച്ചുപോയി. കേൾക്കണേ, ഒട്ടകക്കെട്ടിൽ ചുമക്കേണ്ട ആള് ഒട്ടകക്കെട്ടിലെടുത്ത് തോളത്ത് വെച്ചു. അപ്പൊ കേറിയോ ഇല്ലയോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റൂല. കാരണം കേറിയാലും ഇല്ലെങ്കിൽ ഒരുപോലെ തന്നെ ആള് മെലിഞ്ഞിട്ട. ആയിഷ ബീവി മെലിഞ്ഞിട്ട. ആഹാരമൊന്നും ഇല്ലല്ലോ. എണ്ണവിളക്ക് കത്തിക്കുന്ന ദിവസം ഒന്നും കഴിക്കാൻ കിട്ടൂല. എണ്ണവിളക്ക് കത്തിക്കാത്ത ദിവസം ആ എണ്ണ ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. അതാണ് നബി തങ്ങളുടെ ഭാര്യയുടെ ആ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് കയറിയോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയില്ല. എടുത്തു വെച്ച് കൊണ്ടുവന്നു. അവര് തിരികെ മാല കിട്ടി വന്നപ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാരും പോയി. എന്താ ചെയ്യാ? അറിയാം അന്നത്തെ യാത്രയുടെ പ്രത്യേകത. നമ്മൾ എവിടെ വെച്ച് മിസ്സായോ അവിടെ തന്നെ ഇരിക്കുക. തിരിച്ച ആളുകൾ അവിടെ വന്നേ നോക്കും, അല്ലേ? ആയിഷ ബീവി ബുദ്ധിമതിയാണ്, അവിടെ തന്നെ ഇരുന്നു. അങ്ങോട്ട് മാറിയാൽ ഇവിടെ നോക്കിയിട്ട് പോകും, അവിടെ നിന്ന് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ട്. അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. യാതൊരു യാത്രയിലും ഒരാൾ പിന്നാലെ ഉണ്ടാകും. അയാളുടെ ഡ്യൂട്ടി എന്താണ്? ഏറ്റവും ലാസ്റ്റ് അയാൾ വരും.
ഈ യാത്ര പോകുന്ന ആളുകളുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിലത്തു വീണിട്ടുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് വരാൻ നബിയുടെ ഒരു പ്രത്യേക നിർദ്ദേശമാണ്. ഒരു സഹാബി ഏറ്റവും പുറകിൽ വരും. അങ്ങനെ വന്ന ആളാണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ സഫ്വാൻ റളിയല്ലാഹു അൻഹു വരുമ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ എന്തോ ഇരിക്കുന്നു. അടുത്തെത്തി പറഞ്ഞു അത് ആയിഷ ബീവിയാണ്. കാര്യം മനസ്സിലായി, ഒന്നും ചോദിച്ചില്ല. കൊണ്ടുവന്ന് ഒട്ടകം മുട്ടുകുത്തിച്ചു. എന്നിട്ട് തിരിഞ്ഞു നിന്നു. ആയിഷ ബീവിക്ക് പറയണ്ടല്ലോ, അവര് കേറിയിരുന്നു. അവര് നിലത്തു നിന്ന് പിടിച്ചുകൊണ്ടുപോയി. അവരൊട്ടകത്തിന്റെ പുറത്തിരുന്നു. യാത്ര കഴിഞ്ഞു, സംഘത്തിലെത്തിച്ചേർന്നു. കിട്ടിയ അവസരമല്ലേ, എല്ലാരും പാട്ടുപാടി. സഫ്വാനും ആയിഷ ബീവിയും തമ്മിൽ എന്തോ കള്ളക്കളിയും. സഫ്വാനും ആയിഷയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾക്കറിയോ, അവസാനം അഷ്റഫുൽ ഖൽഖ് മിണ്ടാതെ നടന്നു ആയിഷ ബീവിയോട്. സംശയിച്ചിട്ടല്ല, അള്ളാഹു നേരിട്ട് ഇടപെടട്ടെ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ആളുകൾ പറയില്ലേ, സ്വന്തം ഭാര്യയുടെ വിഷയം വന്നപ്പോ ഖുർആനിലൊരു വള്ളി പുള്ളിക്ക് വ്യത്യാസം വരുത്താൻ നബിതങ്ങൾക്ക് പോലും കഴിയില്ല എന്നതിന്റെ തെളിവാണ് അന്ന് ഈ സൂറത്ത് നബിതങ്ങളെ മാറ്റിയിട്ട് 113 ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ തന്റെ ഭാര്യയുടെ അപവാദ പ്രചരണത്തിന്റെ കഥ സമുദായം അറിയില്ലായിരുന്നു. അന്ന് നബിതങ്ങൾ അത് മാറ്റിയിട്ട് 113 അധ്യായം അള്ളാഹു എനിക്ക് തന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സൂറത്ത് നൂറിലെ ഈ ഭാഗം എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ ലോകത്ത് വേറെ ആരെങ്കിലും അറിയോ സഹോദരങ്ങളെ നമ്മൾ ആ ഭാര്യയെ പറ്റി ഇങ്ങനെ ഒരു അപവാദം നടന്നു എന്നറിയോ? ഇല്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവസാനം വിഷമിച്ച് കരഞ്ഞ് തളർന്ന് വീട്ടിലിരുന്നു. സിദ്ദീഖ് തങ്ങൾ മിണ്ടാതായി, വാപ്പ മിണ്ടാതായി, ഉമ്മ മിണ്ടാതായി, ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവസാനം അള്ളാഹു ആയത്തിറക്കി സൂറത്തു നൂറില്. ആ ആയത്ത് അങ്ങോട്ട് ഇറങ്ങിപ്പോ ഈ അപവാദം പറഞ്ഞതിൽ ഒരു ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിയുണ്ട്. അതാ രസം. പിന്നീട് മാപ്പ് കൊടുത്തു. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ.